ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച് അണ്ടർ 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഇത് ആക്ച്വലി Amazfitന്റെ TRX2 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ഇതിൽ ആക്ച്വലി മെയിൻ കോൾ എന്ന് പറയുന്നത് നമുക്ക് കോളിംഗ് ഫീച്ചർ ഇല്ല, അതായത് ഇതിൽ ഇൻബിൽഡ് മൈക്ക് വരുന്നില്ല, നോട്ടിഫിക്കേഷൻ സംഭവമൊക്കെ വരും. പക്ഷേ ഫിറ്റ്നസ് പരമായിട്ട് നിങ്ങളൊരു ഒരു റെഗഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് G-Shockന്റെ ഒരു ലുക്ക് സംഭവമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ G-Shock-ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. G-Shockന്റെ അതേ ലുക്ക് സംഭവമൊക്കെയാണ്, കണ്ടു, ഓൾമോസ്റ്റ് സിമിലർ ലുക്കൊക്കെയാണ്. പക്ഷേ കിടിലൻ ഡിസ്പ്ലേ, കിടിലൻ ക്വാളിറ്റി ആയിട്ട് എന്താ പറയുക, സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമുക്ക് iOS-ലും ആൻഡ്രോയിഡിലൊക്കെ കിടിലായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ GPS സൂപ്പറാണ്. ഇതിൽ നമ്മൾ പോയ വഴി കറക്റ്റ് നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. Zepp എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇതിൽ വരുന്നത്. ഇതിൽ Zepp ആണ് വരുന്നത്. ബട്ടർ സ്മൂത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. നമുക്ക് കാണിച്ചു തരാൻ കണ്ടു, ഭയങ്കര സ്മൂത്താണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് വാച്ച് അണ്ടർ 15,000 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ വാങ്ങിച്ചത് 16,000 രൂപയ്ക്കാണ്, ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമായി. ഇപ്പം അതിന് ഓൾമോസ്റ്റ് പ്രൈസ് വരുന്നത് 15,999 15,800 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നത് ആമസോണിലാണ്. ഇതിൽ നമുക്ക് 2-3 കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ടാണ്. ഇതിൽ നമുക്ക് സിൽവറും അങ്ങനത്തെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. സ്ട്രാപ്പൊക്കെ ഇത്ര കൊല്ലം ഉപയോഗിച്ച സാധനമാണ് കണ്ടു. പക്ഷെ കണ്ട ഒരു പുതിയ വാച്ച് പോലെ ഒരു സ്ക്രാച്ചോ ഒരു കളർ ചേഞ്ചോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഡിസ്പ്ലേ കിടലാണ്, AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇഷ്ടം പോലെ ഇതുണ്ട്, ട്രാക്കിങ് സംഭവമൊക്കെ വരുന്നത്. ഇഷ്ടം പോലെ എന്താ പറയുക, ഹാർട്ട് റേറ്റ് ഒക്കെ ഇതിൻ്റെ കറക്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. നമ്മൾ കൂർക്കം വലിച്ചിറക്കയിൽ കാണിക്കും, അത്രയും കിടലാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട്, ഞാൻ ത്രെഡ്മില്ലൊക്കെ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഈ സാധനമാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിലും, പക്ഷേ ഈ സാധനം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുക. ബാറ്ററി ബാക്കപ്പ് 30 ദിവസം ഉറപ്പാണ്. ഭയങ്കര ഹെവി യൂസ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് 20 ദിവസമൊക്കെ മാക്സിമം കിട്ടും. പക്ഷേ ഞാൻ ഈ സാധനം എന്നാ ചാർജ് ചെയ്തത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത്രയും ബാക്കപ്പ് ഈ സാധനം തരുന്നുണ്ട്. അതും AMOLED ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വാച്ച് ഫേസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് Zepp ആപ്പിൽ കൂടെ ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു കിടിലൻ സാധനം തന്നെ എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ ഇത് ഇത്ര കാലം യൂസ് ചെയ്തിട്ടാണ് എടുത്ത് പറയുന്നത്. ഇതുണ്ട്, ഇത് എന്താ പറയുക, ലൈവ് ആയിട്ടുള്ള വാച്ച് ഫേസസ് അങ്ങനെ ഇഷ്ടം പോലെ സംഭവമുണ്ട്. ഇതിൻ്റെ ആപ്പ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ iOS-ലാണ് ഉപയോഗിക്കുന്നത്. ഇത് ആൻഡ്രോയിഡിലും iOS-ലൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് കിട്ടാം. ഞാൻ iOS-ലാണ് ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ZeppOS എന്ന് പറഞ്ഞ ആപ്പിൻ്റെ പേര്. ഇതാണ് അതിൻ്റെ ആപ്പ്, കണ്ടു, ZeppOS എന്നാണ് അതിൻ്റെ OS-ൻ്റെ പേര്. ഇതിപ്പോൾ ബ്ലൂടൂത്ത് ഓഫ് ആക്കാൻ പറയാനൊരു ബ്ലൂടൂത്ത് ഓൺ ആക്കാൻ പറയണം. Zepp Aura, അതുപോലെ തന്നെ സ്റ്റെപ്പ് ട്രാക്കിംഗ് എല്ലാ സംഭവത്തിലും വരുന്നുണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ്, കണ്ടു, ഹാർട്ട് റേറ്റ്. അതുപോലെ തന്നെ പൈ എന്ന് പറയുന്ന വരെ ഒരു നമ്മുടെ ഓവറോൾ ഹെൽത്ത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. PI എന്ന് പറയുന്നത് സ്ട്രെസ് കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ ത്രെഡ്മില്ലിൽ നടന്ന സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. 1.2 കിലോമീറ്റർ, 1 കിലോമീറ്റർ, അങ്ങനെ ആ സമയത്തൊക്കെ അനുസരിച്ച് കാണിക്കും. സ്ലീപ്പ് ട്രാക്കിങ്ങും സൂപ്പറാണ്. ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ആപ്പിൾ വാച്ച് അൾട്ര ഉപയോഗിക്കുന്നത് സ്ലീപ്പ് ട്രാക്കിങ്ങിന്. പക്ഷേ എനിക്ക് അതിനായിട്ട് ഇഷ്ടമായി ഈ സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വാച്ചാണ് സ്ലീപ്പ് ട്രാക്കിങ് കുറച്ചുകൂടി എനിക്ക് ആക്യുറേറ്റ് തോന്നിയത്. വർക്കൗട്ട് നമുക്ക് ഇഷ്ടം എല്ലാ മോഡും ഉണ്ട്. ത്രെഡ്മിൽ മോഡ്, ഇപ്പോൾ ആപ്പിൾ വാച്ചിലൊന്നും ത്രെഡ്മിൽ മോഡൊന്നും ഇല്ല. ഇപ്പോൾ സാംസങ് വാച്ചിലുണ്ട്. എൻ്റെ AC അടിച്ചു പോയി തോന്നിയിട്ട് സാധനം മാറ്റാറായിട്ട് ഇനി തണുക്കണില്ല. അപ്പോൾ ഇതാണ് സാധനം. ഇതതിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറേ വാച്ച് ഫേസും സംഭവങ്ങളൊക്കെ കൂടെ കാണാൻ കണ്ടു. TRX2 വരെ കണ്ടു, വാച്ച് ഫേസ് സംഭവമൊക്കെ കാണാം. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇനിയിപ്പോൾ അപ്ഡേറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അബൌട്ട് ദിസ് ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് സംഭവമൊക്കെ കൂടെ കാണാൻ കണ്ടു, അതിൽ കാണിക്കും നമുക്ക്. അപ്പോൾ ഓവറോൾ ഒരു സാധനം ഞാൻ അത് വേണമെങ്കിൽ ആമസോണിൽ കാണിച്ചത്. ഇതിൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചത് Amazfit. നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വാച്ച് നോക്കുന്നുണ്ടെങ്കിലും Amazfit പോയാൽ മതിട്ടാണ്. ഈ ലോക്കൽ കൂതറ ഫയർ ബോൾട്ട് സംഭവമൊന്നും വാങ്ങിക്കരുത്. ഏറ്റവും ചീപ്പ് സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്മാർട്ട് വാച്ച് ഡെയിലി ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ഹെൽത്തിന് കേടാണ്. അപ്പോൾ ഇങ്ങനത്തെ ലോക്കൽ സാധനമൊക്കെ ഉപയോഗിച്ചാലോ. ഒന്നാമത് ഇതൊന്ന് റേഡിയേഷൻ ഹൈ എൻഡ് സാധനം ഉപയോഗിച്ചാൽ തന്നെ റേഡിയേഷൻ സംഭവമൊക്കെ നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലോക്കൽ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. വെറുതെ കാശ് കളഞ്ഞ് രോഗം വരുത്തി വയ്ക്കരുത്. അപ്പോൾ ഇതിൻ്റെ Amazfitൻ്റെ TRX Ultra എന്നൊരു മോഡൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് 45,000 രൂപയ്ക്ക് വരുന്നുണ്ട്. TRX കുറേ മോഡലുണ്ട്. TRX2 ഉണ്ട്. TRX2 ഇപ്പോൾ കാണാമല്ലോ, കഴിഞ്ഞോ. TRX Edge ഉണ്ട് ഇപ്പോൾ. TRX2 ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാന്ന് തോന്നുന്നു കേട്ടോ. TRX2 ഇപ്പോൾ ഇല്ല. TRXൻ്റെ പുതിയ മോഡലാണ് Amazfit Active Edge സ്മാർട്ട് വാച്ച്. പിന്നെ വരുന്നതാണ് TRX2 സ്റ്റോക്ക് ഔട്ടാണെങ്കിൽ ഇതാണ് ഒരു ഒഫീഷ്യൽ ആപ്പിലുണ്ടായിരിക്കും. ഞാൻ ഒഫീഷ്യൽ ആപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ Amazfitൻ്റെ ഒഫീഷ്യൽ ആപ്പ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, Amazfit India എന്ന് സെർച്ച് ചെയ്താൽ മതി. Amazfit India
Amazfit 2 ഇതാ Amazfit ഇന്ത്യ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ സാധനം കണ്ടു. ഇത് കൂടെ നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാം. ഇതിൽ നമുക്ക് നോക്കാം TRX 2 ഉണ്ടോ നോക്കി നോക്കാം. ഇപ്പോൾ നിർത്തിയാവോ? GPS സ്മാർട്ട് വാച്ച് സെക്ഷനിലായിരിക്കാനാണ് ചാൻസ്. എന്താ വെച്ചാൽ GPS ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. അതിലുണ്ട് കേട്ടോ. അതിൽ പക്ഷേ TRX അൾട്രേനെ ഉള്ളൂ. ഒരു TRX 2 നിർത്തിയെന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര മോശമായിപ്പോയി. TRX 2 നിർത്തിയെന്നുണ്ട്. TRX 2 നിർത്തി, TRX 1 നിർത്തി, എല്ലാം നിർത്തിയ. പക്ഷേ ഈ സാധനം കിടലൻ സാധനം. ഇത് വേറെ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, ആമസോണിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. Amazfit ആക്റ്റീവ് എഡ്ജ് ആയാലും നിങ്ങൾക്ക് നോക്കാം. പിന്നെ അവർ വരുന്നതാണ് ആമസോണിലുള്ളത് Amazfit ചീറ്റ സീരീസ് എന്നുള്ളതാണ്. ഇത് വേറെ സൈറ്റിലൊക്കെ ഉണ്ട്. Amazfit TRX 2 ഇതാണ് സംഭവം. 15 രൂപ വരുന്നുണ്ട്. ഞാൻ വേറെ സൈറ്റിൽ കാണിച്ചു തരാം. southport.in എന്ന സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ്. ഇത് ലോഗിൻ ആവണില്ല. ഇന്ന് ലോഗിൻ ആവും. ഷോക്കാണ് എയർടെൽ 5G ഒക്കെ. ഒരു പേജ് തുറക്കാൻ പോയിട്ട് ഇത്ര നേരം എടുക്കണം നോക്കി. കഷ്ടം. എന്നിട്ട് പലതും ജിയോ ആയിരുന്നു. ജിയോ ഒന്ന് പേടിച്ചിട്ടാണ് എയർടെല്ലേക്ക് മാറിയത്. എയർടെൽ അതിനായിട്ട് വലിയ ആശാനാണ്. പകുതി സമയത്ത് കോളും കിട്ടില്ല. 5G എന്ന് പറഞ്ഞാൽ മാക്സിമം 30 സ്പീഡൊക്കെ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ സൈറ്റ് വരുന്നുണ്ട്, southport.in എന്ന് പറഞ്ഞിട്ട്. ഇത് അത്യാവശ്യം നല്ല സൈറ്റ് തന്നെയാണ്. പക്ഷേ വലിയ ഓഫറും സംഭവമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലെജിറ്റ് ആയിട്ടുള്ള ഒറിജിനൽ സൈറ്റ് തന്നെയാണ്. ഇതിൽ സാംസങ്ങിൻ്റെ പ്രോഡക്ട്സുകളും എല്ലാ സംഭവവും കിട്ടുന്നതാണ്. ബ്രാൻഡ് ഓതറൈസ് സ്റ്റോറൊക്കെയാണ് ഇതിൽ സെല് ചെയ്യുന്നത്. ഇത് സാധനം ഓടാവുന്നില്ല കണ്ടു. ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തെങ്കിലും കാണിച്ചെന്ന് മാത്രം പറഞ്ഞു. നമുക്ക് സമയം കളയണ്ട. എയർടെലിൻ്റെ 5G കാരണം എപ്പോഴും തുറക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ Amazfit നോക്കാൻ മറക്കണ്ട. ഇപ്പോൾ ആമസോണിലാണെങ്കിൽ നിങ്ങൾ ചീറ്റയോ അല്ലെങ്കിൽ Amazfit എഡ്ജ് ആ സാധനമൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഈ കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. TRX 2 എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ southport തന്നെ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും സ്റ്റോക്ക് ഔട്ടാണോ എന്നൊരു നിർത്തിയതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലുകൾ അതുപോലെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. അടുത്ത കാണാം.